2025 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ ക്വസ്റ്റ്യൻസ് ആണ്. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ സി ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 ആണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 ആണ്. അപ്പം ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 51-56 ആണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 ആണ്. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ കൃഷി യോജന പദ്ധതി എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക പ്രസിഡന്റാണ് സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നിയമനിർമ്മാണ പ്രക്രിയ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നും. അർദ്ധ ഫെഡറൽ സമ്പ്രദായം എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ കാനഡയിൽ നിന്നും. നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡിൽ നിന്നും. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത് കാനഡ. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അയർലൻഡ്. അപ്പം നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക, അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത് കാനഡ, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അയർലൻഡ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ശരിയായ പ്രസ്താവന 2 മാത്രമാണ്. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് 44ാമത് ഭേദഗതി എന്നാണ് 1978. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതിയെ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ് ആൻസർ. അതായത് 42ാം ഭേദഗതി എന്ന് വെച്ചാൽ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. അതായത് 42ാം ഭേദഗതിയിലാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തിയത്. 86ാം ഭേദഗതി എന്ന് പറയുന്നത് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ് 86ാം ഭേദഗതി എന്ന് പറയുന്നത്. 86ാം ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാം ഭേദഗതി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയാണ്. 52ാം ഭേദഗതി എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമമാണ്. അപ്പോൾ 42 ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാം ഭേദഗതി എന്ന് പറയുന്നത് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി. 52ാം ഭേദഗതി എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമം. താഴെ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയെ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടാത്തത് അയിത്താചാര നിർമ്മാർജ്ജനമാണ്. രാഷ്ട്രനയത്തെ സംബന്ധിച്ച നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പം രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമ സംഹിത, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. താഴെ പറയുന്ന കേന്ദ്രകാര്യ നിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡന്റും ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. അപ്പം കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡന്റും ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് വനം. ഇന്ത്യൻ ഭരണഘടനയുടെ
73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അതേ സംസ്ഥാനങ്ങളെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ബന്ധപ്പെട്ട വിഷയം ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ്? 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിന് അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരാണ് വിദ്യാസമുന്നതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനാണ് മുഖ്യമന്ത്രി. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഇവയെല്ലാം. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഭരണഘടനയുടെ 73ാം ഭേദഗതി പഞ്ചായത്തുകളിലെയും 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിൻ്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. കേരള സംസ്ഥാനത്തെ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നത്. കേരള സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് യോദ്ധാവ്. എന്താണ്? മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപകൽപ്പന നൽകിയ പദ്ധതിയുടെ പേരാണ് യോദ്ധാവ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് സെറോഫ്താൽമിയ. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് റെഡ് റിബൺ ക്ലബ്ബ്. മനുഷ്യനെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1ഉം 2ഉമാണ്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയലുകളുണ്ട്. എന്താണ്? എത്രയാണ്? 12 ജോഡി വാരിയലിലും 206 അസ്ഥികൾ. അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വനസംരക്ഷണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമിനിലോഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ് എന്ന് വെച്ചാൽ റൈസിംഗ് സ്റ്റാർ കർവിൽ നിന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ സുനിത വില്യംസ്. എന്താണ് വിശേഷിപ്പിച്ചത്? വുമൺ വിത്ത് വൈൽഡ് ഹെയർ. അടുത്ത ക്വസ്റ്റ്യൻ, ദൃശ്യപ്രകാശത്തിൻ്റെ ആവൃത്തി F1, മൈക്രോവേവിൻ്റെ ആവൃത്തി F2ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3ഉം ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിന് ശരിയായത് ആൻസർ എ ആണ്. ഒരു പ്രൊജക്ടറിൻ്റെ പരക്ക സമയം 2 സെക്കൻഡാണ്. അതിൻ്റെ പരമാവധി ഉയരം 5 മീറ്റർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ്. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നു എന്നത് തെറ്റാണ്. ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യമുള്ളത്. അതേപോലെ തന്നെ ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം കൂടുതൽ, ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യവും ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആൻസർ. ചില മൂലകങ്ങളുടെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്ന് ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടുപിടിക്കും. ട്രാൻസ് യുറേനിയം മൂലകമാണ്
ഫെർമിയം. താഴെ കൊടുക്കുന്ന പ്രസ്താവനകളിലെ അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായവ കണ്ടെത്തുക. അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായവ 1ഉം 2ഉം ആണ്. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. അതായത് അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായവ അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. അതായത് രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകം അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഗേ-ലൂസാക്ക് നിയമമാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ആൻസർ എ. തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാൻ. താഴെ തന്നിരിക്കുന്നവയിൽ 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് സുഖ്ജിത് സിംഗ് ആണ്. അപ്പോൾ ഖേൽരത്ന അവാർഡ് നേടിയത് ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, മനു ഭാക്കർ. താഴെ കൊടുത്തിരിക്കുന്ന മാർക്ക് കുര്യാക്കോസ് എലിയാസ് ചവറയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 2ഉം ആണ്. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തെ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ഇരയപ്പൻ തമ്പി രചിച്ച അട്ടക്കഥകൾ താഴെ പറയുന്ന ഏതാണ്? ആൻസർ 1ഉം 2ഉം ആണ്. കീചകവധവും ഉത്തര സ്വയംവരവും. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ഗായത്രി സ്പിവാക്. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. Identify the segment of the sentence that contain the grammatical error is actually does take place and the water on this area is forbidden. ഇവിടെ എന്ന് പറയുന്നത് ഗ്രാമറ്റിക്കൽ എറർ ഉള്ളത് ആൻഡ് ദ വാട്ടർ ഓൺ ദീസ് ഏരിയ ആണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ വേർഡ്. ഇൻഡിഫേറ്റബിൾ ഇൻഡോലൻ്റ് ആണ്.